ഇവിടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന എല്ലാ പ്രജകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഞാൻ മഹാബലി അല്ല, മാവേലി, അതായിരിക്കും ശരി. മാ നിഷാദ എന്ന് നിങ്ങൾ കേട്ട് കാണും. രാമായണത്തിലെ ആദ്യ ശ്ലോകത്തിൻ്റെ ആദ്യ വരിയാണ് മാ നിഷാദ. മാ എന്ന വാക്കിനർത്ഥം അരുത്, നിഷാദം കാട്ടാളൻ. അരുത് കാട്ടാള എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മാ വേലി എന്ന് പറയുമ്പോൾ അതിരുകളും മതിലുകളും ഇല്ലാത്ത ഒരു രാജ്യം, അത്തരമൊരു രാജ്യത്തിൻ്റെ, അത്തരമൊരു സംസ്കാരത്തിൻ്റെ, അത്തരമൊരു ആഗ്രഹത്തിൻ്റെ പ്രതീകം മാത്രമാണ് ഞാൻ എന്ന മാവേലി. കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലം, ഉള്ളവനും ഇല്ലാത്തവനുമില്ലാത്ത ഒരു കാലം, കറുത്തവനും വെളുത്തവനുമില്ലാത്ത, പണ്ഡിതരും പാമരനുമില്ലാത്ത സമത്വ സുന്ദരമായ ഒരു കാലം ആഗ്രഹിച്ചിരുന്ന അധികൃതരായ സമൂഹത്തിന്റെ താഴെ നിലയിൽ, താഴെ തട്ടിൽ ജീവിച്ചിരുന്ന ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനുള്ള, ഒരു തുണ്ട് തുണി എടുക്കുവാനുള്ള, സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള, സ്വതന്ത്രമായി സംസാരിക്കാനുള്ള ആഗ്രഹമായിരുന്നു മാവേലി എന്ന ഈ മലയാളിയുടെ ഈ ആഘോഷത്തിന്റെ തുടക്കം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചില വസ്തുതകളുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മാവേലിയാണോ അതോ മഹാവേലിയാണോ ശരി? മാവേലിയാണ്. നിങ്ങൾക്ക് ഏതുമെടുക്കാം. എനിവേ, സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ജീവിക്കേണ്ട നമ്മളെല്ലാം തിരിച്ച് ഈ നാട്ടിലേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്ത് മാവേലി നാടിന് സമാനമായ രീതിയിൽ തന്നെ ഏകദേശം നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമുക്ക് സമ്പത്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, കഴിക്കാൻ അന്നമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹത് വ്യക്തി നിങ്ങളെയൊക്കെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഇവിടെ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പാരൻസ് ഒന്ന് ശ്രമിക്കാമോ? ഞാൻ മാവേലി എന്ന ആ ഇതിൽ നിന്ന് മാറി നിന്ന് പറയുവാണ്. അപ്പൊ നമുക്ക് എന്റെ കൂടെ വന്ന, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ ബാപ്പുജിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരുപാട് നാളായി ഇവിടെ വരണമെന്നും നിങ്ങളെയൊക്കെ കാണണമെന്നും ചിലതൊക്കെ പറയണമെന്നും ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് സാധിച്ചത്. വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അത് കൊള്ളക്കാരുടെ കയ്യിൽ കൊടുത്തുപോയി എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കൊക്കെ ഇവിടെ വരേണ്ടി വന്നത് എന്നൊരു സംഭവം എനിക്കുണ്ട്. ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമുള്ളവർ ഭരിച്ചിരുന്നെങ്കിൽ എൻ്റെ രാജ്യവും ലോകത്തെ ഏറ്റവും സുന്ദരമായ രാജ്യമാകുമായിരുന്നു. ഓ, അതൊക്കെ പോട്ടെ. ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരവും ജീവിത രീതികളുമുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തുകാരായി ജീവിക്കുക. നമ്മുടെ സംസ്കാരവും സംസ്കൃതിയും ഒക്കെ നമ്മുടെ വീടുകളിലോ അതുപോലുള്ള ഹാളുകളിലൊക്കെ നടത്തി
സംതൃപ്തിയായി. ഈ നാടിനെയും ഇവിടുത്തെ ജനങ്ങളെയും രീതികളെയും അംഗീകരിച്ചും ബഹുമാനിച്ചും ജീവിക്കുക. ഈ നാട്ടുകാരെ വെറുപ്പിക്കാതെ ഇവിടുത്തെ നിയമങ്ങളും മര്യാദകളും പാലിച്ച് ജീവിക്കുക. റോമിൽ ചെന്നാൽ റോമാക്കാരനെ പോലെ ജീവിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഇനിയുള്ള കാലം മുഴുവനും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.